ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും നല്ല സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നത്. അപ്പോൾ ഞാൻ കല്യാണത്തിൻ്റെ വീഡിയോ പെട്ടെന്ന് തന്നെ ഇടാമെന്നോട്ട് വിചാരിച്ചിന്, പക്ഷേ എഡിറ്റ് ചെയ്തിട്ട് കഴിഞ്ഞില്ലേനി. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും ദിവസത്തെ ഗ്യാപ്പ് വന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ കല്യാണത്തിൻ്റെ വിശേഷങ്ങളാണ്. തലേന്നത്തേത്, അതായത് നിക്കാഹിൻ്റെ അന്നത്തതും കല്യാണത്തിൻ്റെ അന്നത്തതും പിന്നെ നമ്മളെല്ലാവരും കൂടി ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത്രയും വിശേഷങ്ങൾ അടങ്ങുന്ന ഒരു വീഡിയോ ആണ്. ഒരുപാട് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ വീഡിയോക്ക് പോണതിൻ്റെ മുന്നായിട്ട് വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റിയിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ട് പറഞ്ഞു തരാം. ഇംഗ്ലീഷ് കഫേ എന്നാണ് ഇവരുടെ പേര്. ഇവരൊരു ഓൺലൈൻ ട്രെയിനിങ് ഹബ്ബാണ്. ലോകത്തിൻ്റെ എവിടെ ഇരുന്നിട്ടും ഏത് സമയത്തും നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം. അത് നിങ്ങളെ പ്രായമോ ക്വാളിഫിക്കേഷനോ ഒന്നും ഒരു പ്രശ്നമല്ല. പിന്നെ ഇംഗ്ലീഷിലുള്ള നമ്മൾ ഓരോരുത്തരുടെ അറിവ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടാണ് ഇവർ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു ലെവൽ ടെസ്റ്റ് നടത്തും. അപ്പോൾ അതിലെ നമ്മളെ പെർഫോമൻസ് നോക്കിയിട്ട് 3 ലെവലാക്കിയിട്ട് തിരിക്കും. എൻട്രി, സെക്കൻഡറി, അഡ്വാൻസ്ഡ്, അങ്ങനെ 3 ലെവലായിട്ടാണ് പഠിപ്പിക്കുന്നത്. പിന്നെ ഇവരുടെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ അറ്റൻഷൻ തരാൻ വേണ്ടിയിട്ട് ഒരു പേഴ്സണൽ ട്രെയിനർ ഉണ്ടാവും. അവർ രാവിലെ 9 മണി മുതൽ രാത്രി 11 മണി വരെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൈലബിൾ ആണ്. പിന്നെ ഇംഗ്ലീഷ് ഒരു ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞ് പഠിക്കുമ്പോഴാണ് കൂടുതൽ ഇമ്പ്രൂവ് ആവുക. അപ്പം നമുക്ക് പറഞ്ഞ് പഠിക്കാൻ വേണ്ടിയിട്ട് സ്പീക്കിംഗ് ആക്ടിവിറ്റീസും കോളിംഗ് ആക്ടിവിറ്റീസും ഒക്കെ ഈ കോഴ്സിലുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ് പഠിക്കുമ്പോൾ ആ ഒരു മിസ്റ്റേക്സ് ഒക്കെ കറക്റ്റ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് ഒരു പേഴ്സണൽ ട്യൂട്ടറും ഉണ്ടാവും. പിന്നെ ഈ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് 2 മാസമാണ്. പക്ഷേ 2 മാസം കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ 6 മാസം കൊണ്ട് കംപ്ലീറ്റ് ആക്കിയാൽ മതി. അതിന് ഇവർ എക്സ്ട്രാ ഫീസൊന്നും വാങ്ങുന്നില്ല. ഇവരുടെ ഫീസ് എന്ന് പറയുന്നത് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ളതാണ്. എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ പറ്റും. കുട്ടികൾക്ക് വേണ്ടിയിട്ട് ജൂനിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് കോഴ്സും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് 40 ദിവസത്തെ വീഡിയോ ക്ലാസ് ആണ് ഉണ്ടാവുക. ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള നിലക്കാണ് ഇവർ പഠിപ്പിക്കുന്നത്. ആ ടീച്ചേഴ്സും രാവിലെ 9 മണി മുതൽ രാത്രി 11 മണി വരെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് അവൈലബിൾ ആവും. പിന്നെ ഇവർക്കും സ്പീക്കിംഗ് ആക്ടിവിറ്റീസും കോളിംഗ് ആക്ടിവിറ്റീസും ഒക്കെ ഈ ഒരു കോഴ്സിൽ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ കുട്ടി പഠിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ടെസ്റ്റുകൾ നടത്തും. അതുപോലെ പാരന്റ്സ് മീറ്റിംഗും ഒക്കെ ഇവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുന്നവർക്ക് സർട്ടിഫിക്കറ്റും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും ഇംഗ്ലീഷ് കഫേയിൽ ജോയിൻ ചെയ്യാം. ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അവരുടെ നമ്പറും എല്ലാം താഴെ ഉണ്ട്. താല്പര്യമുള്ളവർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മൾ തലേന്ന് രാത്രി വീട്ടിലേക്ക് എത്തുമ്പോൾ തന്നെ നല്ലോണം നേരം വൈകീന് കേട്ടോ. പിന്നെ നോയിനെ മാറ്റിക്കലും ഉറക്കലും ഒക്കെ കൂടെ ആയിട്ട് ഉറങ്ങാൻ കുറേ ലേറ്റ് ആയിട്ടുണ്ടായിനി. അപ്പോൾ ഇതാ രാവിലെ ആയിട്ടുണ്ട്. ഇന്ന് 10-10:30 ആകുമ്പോഴാണ് കേട്ടോ നിൽക്കാനുള്ളത്. അപ്പോൾ അതിന് മുന്നായിട്ട് എല്ലാം റെഡിയാക്കി വെക്കുകയാണ്. നേരത്തെ തന്നെ എണീറ്റിന് കേട്ടോ. അപ്പോൾ നോയിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചധികം ഡ്രസ്സസ് കയ്യിൽ വെക്കുന്നുണ്ട്. കുർത്ത എനിക്ക് വൈകുന്നേരം ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഈ ഒരു ഷർട്ടാണ് ഇപ്പോൾ ഇടുന്നത്. ഇത് രണ്ടെണ്ണം കൂടാതെ വേറൊരു 7 പെയർ ഡ്രസ്സും കൂടെ ഞാൻ എടുത്ത് വെച്ചിരുന്നു കേട്ടോ. പിന്നെ എന്താ ഇടയ്ക്ക് ഒന്നേന്. അപ്പോൾ അവൻ ആട്ടി ഉറക്കാണ് കേട്ടോ. ഇവൻ ഒന്നു കഴിഞ്ഞാൽ എൻ്റെ പരിപാടി ഒന്നും നടക്കില്ല. അതുകൊണ്ട് തന്നെ വേഗം തന്നെ ഉറക്കുന്നുണ്ട്. അവിടെ സൈഡിൽ ഉമ്മ അയൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ ഇന്ന് ഉടുക്കുന്നത് ഉമ്മൻ്റെ സാരിയാണ് കേട്ടോ. അത് ഗെറ്റ് റെഡി വിത്ത് മീൽ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു സാരി ഉമ്മ കഴിഞ്ഞ വർഷം നമ്മൾ വേറൊരു കസിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ട് എടുത്തതേനി. അപ്പോൾ അതെനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഡാർക്ക് ഗ്രീൻ കളർ ഉള്ളതാണ്. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് ഉടുക്കാൻ വേണ്ടിയിട്ട് പോണേ. ഈ ബ്ലൗസ് കുറച്ച് ലൂസ് ഉണ്ട്, എന്നാലും അഡ്ജസ്റ്റ് ആക്കാൻ വിചാരിച്ച്. എനിക്ക് ഷേപ്പാക്കാനൊന്നും നേരമില്ലേനു. ഞാൻ വിചാരിച്ചിരുന്നത് ഇത് പാകമാവുന്നേന്, കാരണം ഇപ്പോൾ ഞാൻ കുറച്ച് തടി വെച്ചിരുന്നല്ലോ. അപ്പോൾ ഇത് ഫിറ്റ് ആവുന്നതിന് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇത്തിരി ലൂസായിട്ടാണ് കേട്ടോ നിന്നിട്ടുണ്ടായത്. പിന്നെ ഷേപ്പാക്കാനൊന്നും തീരെ നേരമില്ലേനു, കാരണം തലേന്നാണ് അനീസ്കൻ്റെ വീട്ടിൽ നിന്ന് എത്തിയത്. പിന്നെ ഇത് ഇട്ട് വെക്കാനൊന്നും നിന്നിട്ടില്ലേനി, അതന്നെ ഇടാൻ വിചാരിച്ചിട്ട്. എനിക്ക് വേണ്ടിയിട്ട് പുതിയ സാരി എടുക്കാനായിട്ട് കുറേ പ്രാവശ്യം നമ്മൾ ഷോപ്സിലൊക്കെ പോയി നോക്കിയേനു കേട്ടോ. പക്ഷേ മനസ്സിന് ഒത്തത് കിട്ടിയിട്ടില്ലേനി. അപ്പോൾ പിന്നെ അവസാനം ഞാൻ ഉമ്മൻ്റെ സാരി തന്നെ അഡ്ജസ്റ്റ് ആക്കിയതാണ്. പിന്നെ നോയിൻ്റെ കുർത്ത ഞാനന്ന് ഒരു വീഡിയോയിൽ കാണിച്ചിരുന്നല്ലോ, നമ്മളത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്നത്. അതിനൊരു കുഞ്ഞു കുർത്ത നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. എനിക്ക് ഇപ്പം ഇടാൻ ഫിറ്റായിട്ടാണ് നിൽക്കുന്നത്. ഇനി കുറച്ചായി ഞാൻ യൂസ് ആക്കാൻ പറ്റില്ല, അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ടാണുള്ളത്. പിന്നെ എൻ്റെ അനിയനും ഈ ഒരു മെറൂൺ കളറിലുള്ള കുർത്തയാണ് ഇടണേ. അപ്പോൾ രണ്ടുപേരും കൂടെ മാച്ച് ആക്കിയതാണ് കേട്ടോ. പിന്നെ ഞാനും മെറൂൺ തന്നെയാണ് ഇന്ന് വൈകുന്നേരം ഇടാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ അയൺ ചെയ്ത് കഴിഞ്ഞപ്പം നോയിന് ജസ്റ്റ് ഒന്ന് കുർത്ത ഇട്ട് നോക്കണമെന്ന് അനിയൻക്ക് ഭയങ്കര നിർബന്ധം. അങ്ങനെ ഓനത് ഇടിയിപ്പിച്ചിട്ട് ഇങ്ങനെ ഇരുത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ. പിന്നെ അതാ ഞാൻ ബാഗ് പാക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഡയപ്പർ ബാഗിലായിട്ടാണ് ഞാൻ സാധനങ്ങളൊക്കെ വെക്കുന്നത്. അപ്പം നോയിൻ്റെ കുർത്തൻ്റെ സെറ്റും പിന്നെ ബാക്കിയുള്ള ഡ്രസ്സസും കാര്യങ്ങളൊക്കെ വെച്ചാണ്.
ഒരുപാട് സാധനങ്ങൾ പാക്ക് ചെയ്യാനുണ്ടേനു. നമ്മളിനി രാത്രിയല്ലേ തിരിച്ചു വരുള്ളൂ. അപ്പം നോയിനാവശ്യമായിട്ടുള്ളതെല്ലാം പാക്ക് ചെയ്തെടുത്തേന് കേട്ടോ. പിന്നെ ഞാനും ഉമ്മയൊക്കെ റെഡിയായി. നമ്മളിനി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഉമ്മൻ്റെ തറവാടും നമ്മളെ വീടൊക്കെ അടുത്ത് തന്നെയാണ് കേട്ടോ. കുറച്ച് ദൂരെ പോകാനുള്ളൂ, ഒരു 6-7 മിനിറ്റൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പം ഇനി എന്ത് വേണമെങ്കിലും നമുക്ക് വന്നിട്ട് എടുക്കാം. പക്ഷെ എന്നാലും അതൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് ഫുൾ സാധനങ്ങൾ സെറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഞങ്ങൾ പോണത്. പെണ്ണിൻ്റെ അവിടെ വെച്ചിട്ടാണ് നിക്കാഹ് നടക്കുന്നത്. അപ്പം നമ്മളെല്ലാവരും ആദ്യം തറവാട്ടിലേക്ക് പോയിട്ട് പിന്നെ അവിടുന്ന് ബസ്സിലാണ് പെണ്ണിൻ്റെ അങ്ങോട്ടേക്ക് പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഇപ്പോൾ തറവാട്ടിലെത്തിക്കുന്നത്. ഇവിടെ കുറേ പേരൊക്കെ വന്നിന് കേട്ടോ. അപ്പം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കയറി എല്ലാവരെയും കണ്ട് സംസാരിച്ചിട്ട് അപ്പം തന്നെ ഇറങ്ങിയിട്ടുണ്ടേനു. പിന്നെ അന്ന് ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും സാരിയേനു. അങ്ങനെ കുറച്ച് ഫോട്ടോസ് നമ്മളെല്ലാവരും കൂടെ കൂടി നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ടേനി കേട്ടോ. എല്ലാവരും കൂടെ സാരി എടുത്തപ്പം നല്ലൊരു വൈബേനി. പിന്നെ ദാ ചെക്കൻ ഇറങ്ങി വരികയാണ്. അപ്പം പാട്ടൊക്കെ പാടിയിട്ടേനു കേട്ടോ ഇറങ്ങിയിട്ടുണ്ടായത്. വോയിസ് ഞാൻ കൊടുത്തിട്ടില്ല, കാരണം ഫുള്ള് കലപ്പിലേന്. ഞാൻ കൊടുക്കാൻ വിചാരിച്ചേന്, പക്ഷേ ഭയങ്കര സൗണ്ട് ആയതുകൊണ്ട് ഞാനത് ഓഫാക്കിയിട്ടതാണ് കേട്ടോ. നോയിനെ വെച്ചിട്ട് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും കഴിയണില്ലേനോ. ഓന് ഫോൺ തട്ടിപ്പറിച്ചുകൊണ്ടിരിക്കേന് കേട്ടോ. അപ്പം ഈ ക്ലിപ്സൊക്കെ എനിക്ക് എടുത്തു തന്നിട്ടുള്ളത് എൻ്റെ കസിനാണ് റാദി. കഴിഞ്ഞ കല്യാണം ഓൻ തന്നെയാണ് കേട്ടോ എനിക്ക് വീഡിയോ ഒക്കെ എടുത്തു തന്നിട്ടുണ്ടായത്. അപ്പം കുട്ടികളാകുമ്പോൾ ഇങ്ങനെ എല്ലാത്തിൻ്റെ ഇടയിലും കയറിയിട്ട് അവർക്ക് എടുക്കാനൊക്കെ പറ്റുമല്ലോ, നമ്മളിങ്ങനെ മാറി നിൽക്കൂലേ. അപ്പോൾ അതുകൊണ്ട് ഓനെടുത്തുകൊണ്ട് കുറേ ക്ലിപ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളെല്ലാവരും ബസ്സിൽ കയറി പെണ്ണിൻ്റെ അവിടെ എത്തിയാണ് കേട്ടോ. ഒരു പരിപാടി ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ്. അപ്പം നമ്മളടുത്ത് തന്നെ, അധികം ദൂരമൊന്നുമില്ല, കുറച്ച് അടുത്തായിട്ട് തന്നെയാണ് ഉള്ളത്. അപ്പോൾ ദാ ഇനി ബസ്സിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കണം കേട്ടോ. കുറേ ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ ഇറങ്ങി ദാ ഇനി ചെക്കൻ വരുന്നുണ്ട്. പിന്നെ ഇതാ നിക്കാഹ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. എല്ലാവരും ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ നിക്കാഹിൻ്റെ ടൈമിൽ ഇങ്ങനെ പറയുമല്ലോ, അതായത് എൻ്റെ മകളെ ഞാൻ ഏൽപ്പിക്കുകയാണെന്നൊക്കെ പറയുമല്ലോ, അത് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു നെഞ്ഞെടുപ്പാണ് കേട്ടോ. എനിക്ക് എൻ്റെ നിക്കാഹിൻ്റെ ടൈം ഓർമ്മ വരും. ഒരു ഭയങ്കര ഒരു ഫീലിംഗ് ആണല്ലോ ആ സമയത്ത്. ഇതിൻ്റെ കസിൻ്റെ മോളാണ് കേട്ടോ, ഏജ. ഇവർ അന്ന് രാവിലെ എത്തിയിട്ടുള്ളേനു. അന്ന് രാവിലെ 4 മണിക്കാണ് ഇവർ അബുദാബിയിൽ നിന്ന് എത്തിയത്. അപ്പം ഓളിങ്ങനെ നല്ല ക്യൂട്ടായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ്. പിന്നെ എൻ്റെ മൈലാഞ്ചിയൊക്കെ അത്യാവശ്യം നല്ലോണം ചോന്നിട്ടുണ്ട്. ഞാൻ അപ്പം തന്നെ ഊരിനു, എന്നാലും നല്ല ഭംഗിയിൽ കളറായിട്ടുണ്ട്. പിന്നെ ഈ കയ്യിൽ ഞാൻ റിങ് മാറ്റിയിട്ടേനു കേട്ടോ. ഒരു പിങ്ക് സ്റ്റോണുള്ള റിങ്ങാണ് ഇട്ടിട്ടുണ്ടായത്. രണ്ടും സെയിം പോലെ തോന്നിക്കുന്ന റിങ്സാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ ഒരു സ്റ്റോൺ വെച്ചിട്ടുള്ളത്. അപ്പം എന്താ ബ്രേസ്ലെറ്റ് ഞാൻ അങ്ങനെ കൂട്ടിയിട്ടത് വെറുതെ ഒന്ന് വീഡിയോ എടുത്തതാണ്. പിന്നെ നിക്കാഹ് നടക്കുകയാണ് കേട്ടോ. അതായത് കൈ പിടിച്ചിട്ടുള്ള ആ ഒരു പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ശേഷം എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഇതാ പെണ്ണിനെ സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് മഹർ കെട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇങ്ങനെ പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ. ഓരെല്ലാവരും ഇങ്ങനെ പാട്ടൊക്കെ പാടിയിട്ടാണ് സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നത്. നല്ല രസമായിരുന്നു ഇതിങ്ങനെ കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സംഭവമൊക്കെ പിടിച്ചിങ്ങനെ കൊണ്ടുപോകുന്നതൊക്കെ കാണാൻ നല്ല രസമാണല്ലോ. ഫുള്ള് ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ തിരക്കാണ് കേട്ടോ. അവിടുത്തതും ഇവിടുത്തതും എല്ലാം കൂടെ ആയിട്ട് ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സിനെ കാണുന്നുണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. നല്ല ഫുഡേന് കേട്ടോ, നല്ല ടേസ്റ്റുള്ള ഫുഡേന്. പക്ഷേ ആ ഒരു 12 മണി സമയമായിട്ടുള്ളൂ തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് വലിയ വിശപ്പൊന്നും ഇല്ല. ഇനി അങ്ങനെ കുറച്ചൊക്കെ കഴിച്ചിട്ട് ഇനി ഇതാ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ നല്ലൂരിൽ നിന്ന് ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പയും എൻ്റെ മൂത്താപ്പയും എല്ലാവരും കൂടെ മോനെങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇതാ മഹർ കെട്ടുന്നുണ്ട്. മഹറെല്ലാം കെട്ടിക്കഴിഞ്ഞതിന് ശേഷം കുറേ ഫോട്ടോസ് എടുത്തിട്ടോ. നമ്മൾ കസിൻസ് എല്ലാവരും കൂടെ നിന്നിട്ട് ഞങ്ങൾ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് താഴത്തെത്തി നോക്കിയപ്പം വന്നിട്ടുള്ള ബസ് പോയിട്ടോ. ഞങ്ങളെ കൂട്ടാതെ പോയി, കാരണം ലേറ്റ് ആയിട്ടുണ്ടായിനി. പിന്നെ ഞങ്ങൾ കാറിൽ ഇതാ വീണ്ടും വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ നോയിൻ്റെ തൊട്ടിലിൻ്റെ വടി അടക്കം എടുത്തിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇനി ഓനെ കിടത്തി ഉറക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട്. പിന്നെ ഞാൻ വേഗം സാരി മാറ്റി, കാരണം സാരി എടുത്തിട്ട് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടായിനി, ചൂടുമല്ലേ, അപ്പോൾ നല്ല ഇടങ്ങേറുണ്ടായിരുന്നു. പിന്നെ സാരി മാറ്റിയിട്ട് ഇതാ വീണ്ടും ഞങ്ങൾ ആ ഒരു ഓഡിറ്റോറിയത്തിലേക്ക് തന്നെയാണ് പോണത്. അവിടെ നിന്ന് ഇനി പെണ്ണിനെ മാറ്റിച്ചിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. കുറച്ച് സമയം മാത്രമേ നമുക്ക് വീട്ടിലിരിക്കാൻ പറ്റിയിട്ടുള്ളൂ. ഞങ്ങളിനി ഓഡിറ്റോറിയത്തിൽ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വീട്ടിലേക്ക് പോയതേനി, പക്ഷെ അത് വേണ്ടില്ലേനി തോന്നി. പിന്നെ അതാ ഇപ്പം പെണ്ണിനൊക്കെ മാറ്റിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ പെണ്ണിനെ കൂട്ടിയിട്ട് തറവാട്ടിലേക്ക് പോവും. വൈകുന്നേരമൊക്കെ അവിടെ ഫംഗ്ഷൻ ഉണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ 2 ദിവസം ഫുൾ ഫംഗ്ഷനാണ് കേട്ടോ. ഇന്ന് നിക്കാഹ് ഫുൾ ഡേ ഉള്ളതേനു, അതായത് രാവിലെ 10:30 തൊട്ടിട്ട് രാത്രി വരെ അവിടെ പരിപാടികളുണ്ട്. പിന്നെ നാളെയും ഇതുപോലെ തന്നെ രാവിലെ തൊട്ടിട്ട് തന്നെ പരിപാടികളുണ്ട്. അപ്പോൾ ഇതാ പെണ്ണും ചെക്കനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ വെറുതെ ഇങ്ങനെ നോക്കിക്കുകയാണ് കേട്ടോ, അവരുടെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞോട്ടെ വിചാരിച്ചിട്ട്. പിന്നെ പെണ്ണും ചെക്കനും ഓരോ വെഡ്ഡിങ് ഹൈലൈറ്റ്സിനൊക്കെ വേണ്ടിയിട്ടുള്ള ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം പോയിട്ടുണ്ട്. ഇനി
പിന്നെ ഇവർ വീട്ടിലേക്ക് കയറ്റുമ്പം ഒരു ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികളെ വക. ഷെലുവിൻ്റെ ഉമ്മൻ്റെ സൈഡിലെ കസിൻസിൻ്റെ വക നല്ലൊരു അടിപൊളി ഡാൻസൊക്കെ ഉണ്ടായിനി. അപ്പം ഷെലു എന്ന് പറയുന്നത് ചെക്കനാണ് കേട്ടോ. സെഹൽ എന്നാണ് പേര്, നമ്മളെല്ലാവരും ഷെലു എന്നാണ് വിളിക്കൽ. സെദ എന്നാണ് പെണ്ണിൻ്റെ പേര്. അപ്പോൾ പിന്നെ ഞാനിതാ നോയിന് കുർത്തൊക്കെ ഇടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നോയിനിങ്ങനെ ഫുഡ് കൊടുക്കുന്നതുകൊണ്ട് അതൊരു വലിയ ടാസ്ക്കാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇങ്ങനെ പരിപാടികൾക്കൊക്കെ പോകുമ്പം ഭയങ്കര ഒരു ടാസ്ക്കാണത്. ഓൻ ചിലപ്പം കഴിക്കില്ല, ചിലപ്പോൾ ഇങ്ങനെ തുപ്പിക്കളയുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ. അപ്പോൾ ഇതാ സെദൻ്റെ മടിയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഓന്. ഞങ്ങളെല്ലാവരും കൂടെ വേഗം തന്നെ പോയിട്ട് ഫുഡ് കഴിച്ചിട്ടോ. കാരണം ഇനി കുറച്ച് നേരം കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാവുമല്ലോ. അപ്പം ആ ഒരു തിരക്കിൽ പെടണ്ടെന്ന് വിചാരിച്ചിട്ട് വേഗം ഫുഡ് കഴിക്കലൊക്കെ കഴിച്ച്. ഇതിപ്പോൾ എൻ്റെ ഉപ്പൻ്റെ സൈഡിലുള്ള എൻ്റെ അമ്മായി, എൻ്റെ മുത്തമ്മ ഓരൊക്കെ വന്നതാണ്. ഇസമോളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, വീഡിയോസിലൊക്കെ ഉണ്ടേനി. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പം ഗാനമേള സ്റ്റാർട്ട് ചെയ്ത് കണ്ണൂർ ഷെരീഫും സുറുമി വയനാടും പിന്നെ വേറൊരു സിംഗറും കൂടെ ഉണ്ടായിരുന്നു. ഒരു പേരിക്ക് ഓർമ്മ കിട്ടണില്ല. അപ്പോൾ ഓരെല്ലാവരും കൂടെ കൂടിയിട്ടുള്ളൊരു പരിപാടിയാണ് കേട്ടോ. നല്ല രസമുണ്ടായിനി, നല്ല അടിപൊളി മുട്ടുള്ള പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാരൊക്കെ ഇതങ്ങനെ പാട്ട് കേട്ടിട്ടിരിക്കുകയാണ് കേട്ടോ. ഇതാണ് നമ്മളെ പെൺകുട്ടികളെ ഗ്യാങ്. അപ്പം ഒരു കസിൻ മിസ്സിങ് ആണ് കേട്ടോ, ഓള് റിയാദിലാണ്. പിന്നെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം കുട്ടികളെ ഡാൻസാണ് കേട്ടോ. ഇത് നമ്മൾ കസിൻസിൻ്റെ മക്കളൊക്കെയാണ് കേട്ടോ കളിക്കുന്നത്. പിന്നെ എല്ലാവരും ഇങ്ങനെ സ്റ്റേജിൽ കയറിയിട്ട് എന്താ പറയുക, ആൺകുട്ടികളെ കളികളും ഒക്കെ ഉണ്ട്. ഇനി അനീസ്ക്ക് അവിടെ കുഞ്ഞുതാത്തനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഡെലിവറി വീഡിയോ കണ്ടവർക്കൊക്കെ കുഞ്ഞുതാത്തനെ അറിയാൻ മതിയാവും. പിന്നെ നോയിനിങ്ങനെ ആ സൗണ്ടും ബഹളമൊക്കെ കേട്ടപ്പം ഭയങ്കര ഒരു ഇറിറ്റേഷൻ ആയ പോലെ ഉണ്ടേനി. അപ്പോൾ ഓനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് കുറച്ച് സമയം ഇങ്ങനെ ലൈറ്റൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇതാ സ്റ്റേജിൽ കുട്ടികളെല്ലാവരും കയറിയിട്ട് ഇങ്ങനെ ഡാൻസ് കളിക്കുന്നുണ്ട്. അതിനുശേഷം രാത്രി കുറേ ആൾക്കാരൊക്കെ പോയതിന് ശേഷമാണ് ഞങ്ങൾ ഡാൻസ് ഉണ്ടായത്. അത് ഞാൻ വീഡിയോ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല കേട്ടോ, കാരണം അത്രയും കോമഡി ആയിട്ടുള്ളത് ഇനി. അപ്പോൾ ഞാനതൊന്നും ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. ഇത് പിന്നെ അടുത്ത ദിവസത്തെ കാര്യങ്ങളാണ് കേട്ടോ. അതായത് ഇന്നാണ് ഇവിടുത്തെ കല്യാണം നടക്കുന്നത്. ഇന്നലെ നിക്കാഹ്, ഇന്ന് കല്യാണം. അപ്പോൾ നോയിന് ഞാൻ ഇതുപോലത്തെ ഒരു കുർത്ത ടൈപ്പുള്ള ഡ്രസ്സാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇതെനിക്ക് മുടിയാഴ്ചൻ്റെ ആ ഒരു ടൈമിൽ എൻ്റെ കസിൻ്റെ വൈഫ് ഗിഫ്റ്റ് ചെയ്തതാണ്. ഫരീദ, നമ്മളെ കഴിഞ്ഞ കല്യാണത്തിൻ്റെ ബ്രൈഡ് ഗിഫ്റ്റ് ചെയ്തതേനു. അപ്പോൾ ഞാൻ വന്ന പാടെ തന്നെ വേഗം തന്നെ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്ന്. കാരണം പറഞ്ഞ പോലെ തന്നെ ഭയങ്കര തിരക്കാവും കുറച്ച് കഴിഞ്ഞാൽ. അപ്പോൾ വിശക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പം ഫുഡ് കിട്ടിയില്ല എന്ന് വരും. അതുകൊണ്ട് വേഗം തന്നെ കഴിക്കാമെന്ന് വിചാരിച്ച് ഇവിടെ കസിൻസും എല്ലാവരും ഉണ്ട് കേട്ടോ. നമ്മളെല്ലാവരും കൂടെ കൂടിയിട്ടാണ് ഫുഡ് കഴിച്ചത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര തിരക്കായിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞപ്പം. അപ്പം ഇങ്ങനെ എല്ലാവരെയും കണ്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കേനി. പിന്നെ മക്കൾ ഓരോ ഡ്രസ്സ് ഇങ്ങനെ കാണിച്ചത്, അപ്പം ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതാണ് കേട്ടോ. ഇത് ഷെലുവിൻ്റെ അമ്മൻ്റെ സൈഡിലുള്ള കസിനാണ്. നോയിനെങ്ങനെ എടുത്ത് കൊണ്ടെടുക്കുന്നുണ്ടേനു, ഭയങ്കര കാര്യേനി. ഇന്നിനി കാര്യമായിട്ട് പരിപാടികളൊന്നുമില്ല. ഇങ്ങനെ ആൾക്കാർ വരുന്നുണ്ട്, അല്ലാതെ നമുക്കിനി പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകാനോ അവിടുന്ന് ഇങ്ങോട്ട് വരാനോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. അവിടുന്ന് രാവിലെ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ നാട്ടുകാരും നമ്മളെ ബന്ധുക്കാർ അങ്ങനെ ഉള്ളവരൊക്കെയാണ് കേട്ടോ ഇപ്പം ഉള്ളത്. അപ്പോൾ ഇതാ ഇവിടെ ഓരോരോ ഐറ്റംസ് ഉണ്ട്. കുൽഫി ഉണ്ടായിരുന്നു, പിന്നെ ലുക്കേമത്തുണ്ടേനി, അതുപോലെ ലൈവ് ടീ, അതൊക്കെ ആണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള ഐറ്റംസ്. അതൊക്കെ ഉണ്ടായിനി കേട്ടോ. ലുക്കേമത്തൊക്കെ ഇങ്ങനെ ലൈവായിട്ട് തന്നെ പൊരിച്ചെടുക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കസിൻ എടുത്ത് തന്നിട്ടുള്ള വീഡിയോസാണ് കേട്ടോ. പിന്നെ പായസം ഉണ്ടായിനി, എന്തോ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു പായസം ഉണ്ടായിനി. അനീസ്കഥ നോയിനിങ്ങനെ പിടിച്ചിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഓനിപ്പോൾ ഈ പിടിച്ച് നിൽക്കാൻ തുടങ്ങിയതിന് ശേഷം മടിയിലിരിക്കില്ല, എപ്പോഴും ഇങ്ങനെ നിൽക്കണം. പിന്നെ ഇതാണ് എൻ്റെ ചുരിദാർ. ഇതിൻ്റെ കളറ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈറ്റ് ലാവൻഡറൊക്കെ പോലത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടേനി, ഇട്ടിട്ട് നല്ല രസമുണ്ട്. പിന്നെ ആ ഒരു ഷോളും നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ടേനി. പിന്നെ എന്താ വെച്ചാൽ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്, അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ലേനു കുറേ നേരം ഇട്ട് നിൽക്കുമ്പോഴും. അപ്പം ഇനി ഇവിടെ ഫോട്ടോസൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മളെ ചെക്കന്മാരെ ഗ്യാങ്ങാണ്. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ കസിൻസ് എല്ലാവരും കൂടെ കൂടി നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് അടിപൊളിയേനു. മെയിനായിട്ട് നമുക്ക് കല്യാണം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ കൂടിയിട്ടുള്ള സംസാരം അതൊക്കെ ആണല്ലോ, നല്ല രസേനി. കല്യാണം കഴിഞ്ഞ് ഒരു 5-6 ദിവസം കഴിഞ്ഞപ്പം നമ്മളെല്ലാവരും കൂടെ വയനാട്ടിലേക്കൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുൾ ഫാമിലി ആയിട്ടുള്ള ട്രിപ്പേനി. വല്യമ്മൻ്റെ 10 മക്കളും ഓരോ മക്കൾ, അങ്ങനെ അതായത് പേരക്കുട്ടികളെ ഹസ്ബൻഡ്സ്, വൈഫ്സ്, അങ്ങനെ എല്ലാവരും കൂടെ ഇൻക്ലൂഡ് ആയിട്ടുള്ളൊരു ട്രിപ്പേനി. ഫുൾ ഫാമിലി ആയിട്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫുൾ ഫാമിലി ആയിട്ട് ഒരു ട്രിപ്പ് പോണത്. കാരണം ഇവർ 6 പെങ്ങന്മാരും 4 കാക്കക്കന്മാരൊക്കെയാണ് കേട്ടോ. അപ്പം എല്ലാവരും കൂടെ ഇങ്ങനെ ഒത്തു കിട്ടലില്ല. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം വൈറ്റ് ഹൗസിലാണ് കയറിയിട്ടുള്ളത്. അവിടുന്ന് പൂരി, ബാജി, പിന്നെന്താ വെള്ളപ്പം, ചിക്കൻ കറി, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടായിന്. അപ്പോൾ എല്ലാവരും കൂടെ ഇരുന്നിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കൂടിയിരിക്കുമ്പോൾ തന്നെ ഭയങ്കര രസമാണല്ലോ, സംസാരവും കാര്യങ്ങളൊക്കെ ആയിട്ട്.
വയനാട്ടിൽ ഒരു റിസോർട്ടിലേക്കാണ് കേട്ടോ പോണത്. അപ്പം ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ ഇങ്ങോട്ടേക്ക് വരാമെന്ന് വിചാരിച്ചിട്ട്. നോയിന് ഞാൻ ഈ ഒരു ഡ്രസ്സാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് എൻ്റെ പേജായിട്ടുള്ള മാമാനോ എന്നുള്ളതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി എനിക്ക് ഈ ഒരു ഡ്രസ്സ് ഇട്ട് കൊടുക്കാൻ. ഇതിങ്ങനെ ഒരു സെറ്റായിട്ട് വരുന്നതേനു, ക്യാപ്പും പിന്നെ ആ ഒരു ഇതും കൂടെ ഡ്രസ്സും കൂടെ കൂടിയിട്ട് നല്ല ഭംഗിയാതിട്ടാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ പേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുക്കാം. പിന്നെ നമ്മൾ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പം അവിടുന്ന് മെയിൻ റോഡിൽ നിന്ന് റിസോർട്ടിലേക്ക് കുറച്ച് ഇങ്ങനെ വരാനുണ്ട് കേട്ടോ, കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ ഓരെന്നെ ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടേനി. അങ്ങനെ നമ്മൾ അവിടെ എത്തി വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിക്കാൻ കേട്ടോ. ഇവിടെ നമ്മൾ മുന്നേ വന്നിട്ടുണ്ട് ഉമ്മൻ്റെ വീട്ടിൽ, അതായത് എൻ്റെ വല്യമ്മൻ്റെ ഫാമിലീൻ്റെ കുടുംബസംഗമം ഇവിടെ വെച്ചിട്ട് നടത്തിയിട്ടുണ്ടേനി. അപ്പോൾ ഒരു 3-4 വർഷം മുന്നേ തോന്നുന്നുണ്ട്. ആ ഒരു ടൈമിൽ നമ്മൾ ഈ ഒരു റിസോർട്ടിൽ വന്നിട്ടുണ്ടേനി. ഇവിടെ ഇങ്ങനെ പ്രൈവറ്റ് വില്ലാസ് പോലെ കേട്ടോ വരുന്നത്. അപ്പം അനീസ്കക്ക് ജ്വല്ലറിയിൽ തിരക്കായതുകൊണ്ട് ടൂറിന് വരാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അപ്പോൾ ഞാനും വല്യമ്മയും ഉമ്മയും നമ്മൾ 3 പേരും കൂടിയാണ് ഈ ഒരു വില്ലയിൽ നിൽക്കുന്നത്. ഒരു വില്ലയിൽ 2 റൂമും ഒരു ഹാളും പിന്നെ 2 ബാത്റൂംസ് അങ്ങനെയൊക്കെ ആയിട്ടാണ് കേട്ടോ വരുന്നത്. നല്ലൊരു പ്രോപ്പർട്ടിയാണ്. പക്ഷേ പ്രശ്നം ഇതാണ്, ഇങ്ങനെ കയറി ഇറങ്ങാൻ ഒരുപാടുണ്ട്. അത് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിരുന്നു കേട്ടോ എനിക്ക്. ഇങ്ങനെ കുറേ ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ പ്രശ്നമില്ല, പക്ഷെ കയറാൻ കുറച്ചൊരു ഇടങ്ങേറുണ്ടേനി. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇങ്ങനെ എല്ലാവരും കൂടെ സംസാരിച്ചിരിക്കുകയാണ് കേട്ടോ. നല്ല ചോറും മീൻ കറിയും പച്ചക്കറിയും അങ്ങനത്തെ എല്ലാ ഐറ്റംസും നാടൻ ടൈപ്പേനോ ഉച്ചക്കത്തെ ലഞ്ച് അതൊക്കെ കഴിച്ചിട്ട് പായസം ഉണ്ടേനെ. അങ്ങനെ ഇനി ഇങ്ങനെ എല്ലാവരും കൂടെ കൂടിയിട്ട് സംസാരിക്കലും ഫോട്ടോ എടുക്കലൊക്കെയാണ് മെയിനായിട്ടുള്ള പരിപാടി. അവിടെ ഇങ്ങനെ ചെറിയൊരു പോണ്ട് പോലെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലിങ്ങനെ ഈ ഒരു ആമ്പലൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടേനെ അത് കാണാൻ. പിന്നെ ഇങ്ങനെ ഒരു കുഞ്ഞ് ബ്രിഡ്ജ് പോലത്തെ ഒരു സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ നിന്നിട്ട് നമ്മളെല്ലാവരും ഇങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു സ്വിങ് ഉണ്ടല്ലോ, അതിലും കയറി ഇരുന്നിട്ട് ഇങ്ങനെ ആടുന്നുണ്ട്. ഇത് വലിയവർക്കും ആടാൻ പറ്റിയിട്ടുള്ളത് ഇനി. അപ്പം എനിക്കിഷ്ടമാണ് ഈ ഒരു ടൈപ്പ് സംഭവത്തിലൊക്കെ കയറിയിരിക്കാൻ. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഉണ്ട് ഇനി. അപ്പോൾ അന്നൊക്കെ കുറേ ഇരുന്നിട്ടുണ്ട്. അങ്ങനെ ഒരു മെമ്മറീസ് പുതുക്കലൊക്കെ ഇനി. പിന്നെ വലിയവരും ഇരുന്നിട്ട് ഇങ്ങനെ ആടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ എല്ലാവരും പൂളിലിറങ്ങിയിട്ടുണ്ട്. അതായത് പെണ്ണുങ്ങളില്ല, ആണുങ്ങളെല്ലാവരും പൂളിലിറങ്ങിയിരിക്കുന്നത്. പിന്നെ ഇവിടെ സൈഡിൽ മക്കളും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അവരിങ്ങനെ വെള്ളത്തിൽ കൂടെ ബോൾ കളിക്കലും അങ്ങനെയൊക്കെ ഇനി. നമ്മൾ പിന്നെ കുറച്ചൊന്ന് കഴിഞ്ഞതിന് ശേഷമാണ് ഇറങ്ങിയത്. മഗ്‌രിബിൻ്റെ ആ ഒരു സമയത്ത് കയറാമെന്നുള്ള നിലക്ക്. അങ്ങനെ ഒരു 5:30-6 മണിയൊക്കെ ആയപ്പം ആ ഒരു സമയത്താണ് ഞങ്ങളെല്ലാവരും പൂളിലിറങ്ങിയത്. എന്നിട്ട് നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ വെള്ളത്തിൽ കൂടെ തൊട്ടുകളിയും അങ്ങനെയൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു വൈബേനി. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തേനെ കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ അതിന് ചുറ്റിലും ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഇങ്ങനെ കസിൻസ് എല്ലാവരും പാട്ട് പാടുന്നുണ്ടേനോ, ഡാൻസ് ചെയ്യുന്നുണ്ടേനി. അങ്ങനെ ഒരുപാട് പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. ഞാൻ പിന്നെ അടുത്ത ദിവസത്തെ കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയിട്ടോ. എന്താണെന്നറിയില്ല, തീരെ മറന്നുപോയി. അവസാനം തിരിച്ചിങ്ങോട്ട് വരുമ്പോഴാണ് ആലോചിച്ചത് അതോ വീഡിയോ എടുത്തിട്ടില്ലല്ലോ എന്ന്. പിന്നെ ഞാൻ വിചാരിച്ച സാരമില്ല, നമ്മൾ ആ ഒരു മൊമെൻറ്റ് നല്ലപോലെ എൻജോയ് ചെയ്തിരുന്നല്ലോ, അതന്നെ മതി. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.